എൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടമാട്ടോ ഈ ഒരു കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത്. കഴിഞ്ഞ ദിവസം കുഞ്ഞ് നമ്മുടെ ട്രൈപ്പോഡ് എടുത്ത് കളിച്ചിട്ട് അതിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ ഊരിക്കളഞ്ഞു. അതുകൊണ്ട് ഫോൺ അതിൽ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന കാര്യം കുറച്ച് കഷ്ടമാട്ടോ. ഈ ഒരു കേക്കിന് ഓർഡർ വന്ന ടൈം മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു ഇതിൻ്റെ ഫുള്ള് മേക്കിംഗ് വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം. പക്ഷേ ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് പോഷൻ മാത്രം ഇങ്ങനെ എടുത്ത് തൃപ്തിപ്പെടേണ്ടി വന്നു. അതേപോലെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെയാണ് ടൂട്ടേറി കേക്ക് പാക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാട്ടോ നമ്മൾ ടൂട്ടേറി കേക്ക് പാക്ക് ചെയ്യുന്ന ബോക്സ്. ഞാൻ 12 ഇഞ്ചിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ള ഹൈറ്റും അതേപോലെ തന്നെ 12 or 40 ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട്. ഇതിന് ഒരു വിൻഡോ വരുന്നുണ്ട്, അതായത് നമുക്ക് വെളിയിൽ നിന്ന് തന്നെ കേക്ക് കാണാനും പറ്റും. അപ്പോൾ സൈഡ് ഓപ്പൺ ആട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്ക് കൊടുക്കുന്നവരോട് പ്രത്യേകം പറയാറുണ്ട്, സൈഡ് ഓപ്പൺ ആണ്, സൈഡ് ഓപ്പൺ ചെയ്തേ എടുക്കാവൂ എന്നുള്ള കാര്യം. സൈഡിൽ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ലോക്ക് ചെയ്യും. അപ്പോൾ അത് ഓപ്പൺ ചെയ്തെടുക്കാൻ പ്രത്യേകം പറയാറുണ്ട് കേട്ടോ. കേക്കെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡ് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുത്താൽ മതി. എല്ലാവരോടും ഞാൻ പ്രത്യേകം പറയുന്നൊരു കാര്യമാണ് സൈഡ് ഓപ്പൺ ആണ് എന്നുള്ള കാര്യം. ഞാൻ ഏതോ ഒരു വീട്ടിൽ ഇതുപോലെ ഫംഗ്ഷന് പോയ സമയത്ത് അവർ സൈഡ് ഓപ്പൺ ചെയ്യാതെ ടോപ്പിലൂടെ അതെങ്ങനെയൊക്കെയോ എടുത്തു. ഞാനത് പ്രത്യേകം എല്ലാവരോടും ടൂട്ടേറി കേക്ക് കൊണ്ടുപോകുമ്പോൾ പറയുന്നതാണ് സൈഡ് ഓപ്പൺ ആണ് എന്നുള്ള കാര്യം. പക്ഷേ അവർ സൈഡ് ഓപ്പൺ ചെയ്യാതെ ടോപ്പിലൂടെ എങ്ങനെയാണ് എടുത്തതെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടോപ്പിൽ ഇതേപോലെ നമുക്ക് തൂക്കി പിടിക്കാനൊരു സാധനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും തൂക്കി പിടിക്കരുത്. പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. തൂക്കി പിടിക്കാനുള്ള സംഭവം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കി പിടിച്ചതും കേക്ക് അങ്ങ് താഴെ പോയി. അപ്പോൾ അതിനുശേഷം ഞാനത് തൂക്കി പിടിക്കാറേ ഇല്ല. മാത്രമല്ല ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ടോപ്പ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അറിയാതെ ആരെങ്കിലും തൂക്കി പിടിച്ചാൽ പോലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, കേക്ക് താഴെ കിടക്കും. നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് ചെറിയൊരു മഴക്കോള് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴക്കോളല്ലേ എന്ന് വിചാരിച്ചിട്ട് വണ്ടിയിലോട്ട് വേഗം കയറിയതാണ്. പിന്നൊന്നും പറയണ്ട, ഭയങ്കര മഴയായിരുന്നു. പ്രതീക്ഷിക്കാതെ പെയ്തൊരു മഴയായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി കുറച്ച് മോശമാണ്. അതായത് ചിറ്റാണിമുക്ക് മുതൽ നിലയ്ക്കൽ വരെയുള്ള റോഡ് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കേക്കൊക്കെ കൊണ്ടുപോകുമ്പം പതുക്കെ പോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, പ്രത്യേകിച്ച് ഈ ടൂട്ടേർ പോലുള്ള കേക്കുകൾ കൊണ്ടുപോകുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് കുറച്ചൊക്കെയാണ് ഞങ്ങൾ പോയത്. മഴ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കിന് നമുക്ക് ഓർഡർ തന്നത് ഗോപികയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.